ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് ഇൻഫിനിറ്റ് ലിമിറ്റ്സിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയേ, ഇൻഫിനിറ്റ് ലിമിറ്റ്സിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യം വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാമേ. ഡെഫിനിഷൻ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി and limit extends to a plus f of x equal to plus infinity denote that f of x increases without bound as x approaches a from left and from right respectively. എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂ ലെഫ്റ്റിൽ നിന്നും എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് കൊടുക്കുന്നു. എക്സിന്റെ വാല്യൂ റൈറ്റിൽ നിന്നും എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അപ്പം എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് കൊടുക്കുന്നു. ഈ രണ്ട് കേസിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. ഈ രണ്ട് കേസിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? പ്ലസ് ഇൻഫിനിറ്റി എടുക്കാം. എക്സിൻ്റെ ലെഫ്റ്റിൽ നിന്നും എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഇനിയും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റൈറ്റിൽ നിന്നും എയിലോട്ട്, എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റൈറ്റിൽ നിന്നും എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പം അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്ലസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഈ ലിമിറ്റ് പറയുന്നത്. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും പ്ലസ് ഇൻഫിനിറ്റി ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസും എഫ് ഓഫ് എക്സും പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സും എന്തായിട്ട് മാറും? പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അതായത് എക്സ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് എ മൈനസ് കൊടുക്കുന്നത്. റൈറ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് കാണിക്കാൻ എ പ്ലസ് കൊടുത്തു. ആ രണ്ട് കേസിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ രണ്ട് കേസിലെയും എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്തായിരിക്കും? പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്താണെന്ന് പറയാം? പ്ലസ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. ഓക്കെ, അതാണ് ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. ഇനി സിമിലർലി നമ്മൾ പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് limit extends to a plus f of x equal to minus infinity denote that f of x decreases without bound as x approaches a from left and a from right respectively. എന്താണ് മീനിങ്? എക്സ് എന്ന് പറയുന്ന എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ റൈറ്റിൽ നിന്നും എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി എ മൈനസും റൈറ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന കാണിക്കാൻ എ പ്ലസും കൊടുക്കുന്നു. ഈ രണ്ട് കേസിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ഈ രണ്ട് കേസിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണെങ്കിൽ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്തായിരിക്കും? അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ലെഫ്റ്റിന് എക്സ് എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. അവിടെ എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ആണ്. ഇനി റൈറ്റിന് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എക്സ് ടെൻസ് ടു എ പ്ലസ് കൊടുക്കുന്നു. അവിടെയും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ആണ്. ഈ രണ്ട് കേസിലും എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് ഡിനോട്ട് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി എന്ന് ഡിനോട്ട് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ഇൻഫിനൈറ്റ് ലിമിറ്റ്സിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എക്സ് ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അതേസമയം എക്സ് എന്ന് പറയുന്ന വാല്യൂ എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. ലെഫ്റ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റിൽ നിന്ന് മെയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെങ്കിൽ എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. അവിടെ രണ്ട് കേസിലും മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയും എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ആണെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയും വരും. ഓക്കെ ആണല്ലോ? ഇനി അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ആണ്. For the function in the following figures
ഡിസ്ക്രൈബ് ദ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. താഴെ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഓരോ കേസിലും ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ പറയാനായിട്ട്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ കേസ് നോക്കിയേ. ഒന്നാമത്തെ കേസിലെ ഗ്രാഫ് ദാ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ കേസിലെ ഗ്രാഫ് ദാ ഇതാണ്. ഇവിടുത്തെ ദാ ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ലൈനെ നമുക്ക് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈൻ ആർക്ക് പാരലാണ്? വൈ ആക്സിസിന് പാരലായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സ് ഈക്വൽ ടു എ എന്ന് ഡിനോട്ട് ചെയ്യാം. അവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/(x - a) ആണല്ലോ. ആ 1/(x - a) എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കിയേ, എക്സ് ടെൻസ് ടു എ പ്ലസ്, അതായത് ഈ എ പ്ലസ് റൈറ്റിന്ന് എയിലോട്ട് വരുമ്പോഴത്തേനും ഫംഗ്ഷൻ എന്തുവാ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു. എക്സിന്റെ ഫംഗ്ഷൻ റൈറ്റിൽ നിന്നും എയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? താഴെ നിന്ന് മുകളിലോട്ടല്ലേ വന്ന് അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ റൈറ്റിൽ നിന്നും വരുമ്പോൾ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റൈറ്റിൽ നിന്ന് എക്സ് എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് കൊടുക്കാം. അവിടുത്തെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1/(x - a) ആണ്. അപ്പൊ റൈറ്റിൽ നിന്ന് വരുമ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. റൈറ്റിൽ നിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിംഗ്. ഞാൻ ഇൻക്രീസിംഗിന്റെ വേറൊരു സിമ്പിളാണ് ഇതായി കൊടുത്തേക്കുന്നത്. അപ്പൊ റൈറ്റിൽ നിന്ന് വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? +∞ കൊടുക്കാം. ഓക്കെ. ഇനി ലെഫ്റ്റിന്ന് കൊടുത്തേ. ലെഫ്റ്റിന്ന് ദാ എ ഇവിടെ അല്ലേ. അപ്പൊ ലെഫ്റ്റിന്ന് എയിലോട്ട് വരുമ്പോഴത്തേനും ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് താഴോട്ട് പോകുമല്ലേ. അപ്പൊ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഡിക്രീസിംഗ് ആണ്. അപ്പൊ റൈറ്റിന്ന് വരുമ്പോൾ ഡിക്രീസിംഗ് ആയതുകൊണ്ട് ലെഫ്റ്റിന്ന് വരും. ഇത് ലെഫ്റ്റിന്ന് അല്ലേ. ലെഫ്റ്റിന്ന് എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് കൊടുക്കാം. അവിടെ എഫ് ഓഫ് എക്സ് ആരാണ്? 1/(x - a) ആണ്. അപ്പം ലെഫ്റ്റിന്ന് വരുമ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്രീസിംഗ് അല്ലേ. ഡിക്രീസിംഗ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്തൊരു? -∞ വരും. മനസ്സിലായോ? അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. റൈറ്റിന്ന് എയിലോട്ട് വരുമ്പോഴത്തേനും അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ താഴെ നിന്ന് മുകളിലോട്ടല്ലേ വന്നെ. എഫ് ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആണ്. ഇൻക്രീസിംഗ് ആയതുകൊണ്ട് ലിമിറ്റിംഗ് വാല്യൂ +∞ വരും. ഇനി ലെഫ്റ്റിൽ നിന്ന് നോക്കിയേ, എയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും അത് താഴോട്ടാണ് പോകുന്നത്. അതായത് മുകളിൽ നിന്ന് വന്നിട്ട് താഴോട്ട് പോകുമ്പോൾ ഡിക്രീസിംഗ് അല്ലേ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഡിക്രീസിംഗ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഇതൊരു -∞ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ എഫ് ഓഫ് എക്സ് ഡിക്രീസിംഗ് ആണെങ്കിൽ +∞ കൊടുത്തു, ഇൻക്രീസിംഗ് ആയതുകൊണ്ട് -∞ കൊടുത്തു. ഒന്നാമത്തെ ഫിഗറിന്റെ. ഓക്കെ. അതിന് ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഇൻക്രീസിംഗ് ആയിരിക്കും ഫ്രം ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആണ്. ഡിക്രീസസ് ആയിരിക്കും റൈറ്റിൽ നിന്ന് വരുമ്പോൾ. അപ്പൊ റൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇൻക്രീസസ് ആവുമ്പോൾ +∞ കൊടുത്തു. ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഡിക്രീസസ് ആണ്. അപ്പം -∞ കൊടുത്തു. ഒന്നുകൂടെ ഉറപ്പിച്ചോളൂ. റൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇൻക്രീസിംഗ് ആണ്. അതായത് ഇതാണ് റൈറ്റ്. റൈറ്റിൽ നിന്ന് പോകുമ്പോൾ ഇൻക്രീസിംഗ് ആണ്, +∞ കൊടുത്തു. ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ -∞ ആണ്. അതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ എന്താണ്? ഡിക്രീസിംഗ് ആണ്. അതുകൊണ്ട് -∞ കൊടുത്തു. ഓക്കെ. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. രണ്ടാമത്തെ ഫിഗറിൽ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ കൊടുക്കുന്നു. ഈ വെർട്ടിക്കൽ ലൈനെ നമുക്ക് എക്സ് ഈക്വൽ ടു എ എന്ന് വിളിക്കാം. നോക്കിയേ, റൈറ്റിൽ നിന്ന് വരുമ്പോൾ അവിടെ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടം വരെ വന്നിട്ട് മുകളിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം റൈറ്റിൽ നിന്നാകുമ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? ഇൻക്രീസിംഗ് ആണ്. റൈറ്റിൽ നിന്നാണ് ഇൻക്രീസിംഗ്. റൈറ്റിൽ നിന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ടെൻസ് ടു എ പ്ലസ് ആണ് അല്ലെ. അപ്പൊ എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റിൽ നിന്നാണ്. അപ്പൊ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ലെഫ്റ്റിൽ നിന്ന് നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് എന്താ പോവാണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും എന്താണ്? ഇൻക്രീസിംഗ് ആണ്. അപ്പൊ അവിടെയും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. എവിടെ നിന്ന് വരുമ്പോൾ? ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും. അപ്പൊ എക്സ് ടെൻസ് ടു എ പ്ലസ് ആണെങ്കിലും എ മൈനസ് ആണെങ്കിലും എഫ് ഓഫ് എക്സ് എന്താണ്? ഇൻക്രീസിംഗ് ആണ്. അപ്പം ആ രണ്ട് കേസിലെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് വരും? +∞ വരും. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/(x - a) ആണ്. അപ്പം ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും ഇൻക്രീസിംഗ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എടുത്താലും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്തൊരു? +∞ വരും. ഓക്കെ. അതാണ്ട് ലെഫ്റ്റിൽ നിന്നും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, റൈറ്റിൽ നിന്നും ഇൻക്രീസിംഗ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ +∞ ആണ്. അപ്പൊ രണ്ട് +∞ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ സാധിക്കും? +∞ ആണ് എന്ന് പറയാൻ സാധിക്കും. അവിടെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 1/(x - a) കൊടുത്താൽ മതി. മൂന്നാമത്തെ ഫിഗർ ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ എക്സ് ഈക്വൽ ടു എ എടുക്കുന്നു. നോക്കിയേ, റൈറ്റിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് താഴോട്ടാണ് പോകുന്നത്. അപ്പൊ റൈറ്റിൽ നിന്നാകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് വരും. എക്സ് ടെൻസ് ടു എ പ്ലസ് ആകുമ്പോൾ റൈറ്റിൽ നിന്ന് ഫംഗ്ഷൻ എന്താണെന്നും ഡിക്രീസിംഗ് ആണ്.
അവിടെ റൈറ്റിൽ നിന്ന് ഫംഗ്ഷൻ ഡിക്രീസിങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -∞ ആണെന്ന് പറയാൻ സാധിക്കും. ഇനി ലെഫ്റ്റിൽ നിന്ന് നോക്കിയത് ഇവിടെ വരെ വന്നിട്ട് ഫംഗ്ഷൻ മുകളിലോട്ട് പോവുകയാണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് ആണ്, അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്, ഇൻക്രീസിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് പറയാം, അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പം അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ +∞ കൊടുത്തു. നോക്കിയാട്ടെ, അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -1/x മൈനസ് ആണ്. എഫ് ഓഫ് എക്സ് എന്തായിക്കോട്ടെ, എഫ് ഓഫ് എക്സ് എന്ത് വന്നാലും നമുക്ക് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നോക്കിയതാ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ആകുമ്പോൾ റൈറ്റിൽ നിന്ന് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ -∞. ലെഫ്റ്റിൽ നിന്ന് ആ വെർട്ടിക്കൽ ലൈൻ x = a അടുത്ത് വരും, മുകളിലോട്ട് പോകുന്നു, അപ്പം ഇൻക്രീസിങ് ആണ്, അപ്പം ലിമിറ്റിംഗ് വാല്യൂ +∞ വരുന്നു. മൂന്നാമത്തെ ഫിഗർ ക്ലിയർ ആയല്ലോ. ഇനി നാലാമത്തെ നോക്കിയട്ടെ, നാലാമത്തെ ഫിഗർ ഇതാ തന്നേക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് നോക്കിയട്ടെ, റൈറ്റിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് താഴോട്ട് പോകുന്നു അല്ലെ. റൈറ്റിൽ നിന്ന് ആകുമ്പോൾ എക്സ് ടെൻസ് ടു എ പ്ലസ് ആണ് അല്ലെ. എക്സ് ടെൻസ് ടു എ പ്ലസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് താഴോട്ടല്ലേ വന്നു, അപ്പൊ എഫ് ഓഫ് എക്സ് അവിടെ എന്താ ചെയ്യുന്നത്, ഡിക്രീസിങ് ചെയ്യുന്നു. അപ്പൊ ഫംഗ്ഷൻ ഡിക്രീസ് ആകുമ്പോൾ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എത്ര വരുന്നത്, -∞. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ചെയ്തൊരു -∞ വരും. ഓക്കെ, ഇനി ലെഫ്റ്റിൽ നിന്ന് നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും ഇവിടെ വരെ വന്നിട്ട് താഴോട്ട് പോവുകയാണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, -∞ ആണ്. അവിടെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഏതാ കൊടുത്തേക്കുന്നത്, -1/x - ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ +∞ കൊടുക്കുക, റൈറ്റിൽ നിന്ന് വരുമ്പോഴും ഇൻക്രീസിങ് ആണെങ്കിൽ +∞ കൊടുക്കുക, ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഡിക്രീസിങ് ആണ്, റൈറ്റിൽ നിന്ന് വരുമ്പോഴും ഡിക്രീസിങ് ആണെങ്കിൽ -∞ കൊടുക്കുക. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ +∞, -∞ കൊടുക്കുന്നത്. ഇൻക്രീസിങ് ആണെങ്കിൽ +∞ കൊടുക്കണം, ഡിക്രീസിങ് ആണെങ്കിൽ -∞ കൊടുക്കണം. ലെഫ്റ്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് കൊടുക്കണം, റൈറ്റിൽ നിന്നാണെങ്കിൽ എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് കൊടുക്കണം. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇൻഫിനിറ്റി ലിമിറ്റ്സിന്റെ ഡെഫിനിഷനും എക്സാമ്പിളും. ഓക്കെ, ഇതിനോട് ചെറിയൊരു ടോപ്പിക്കോടെ കൊടുത്തിട്ടുണ്ട്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്നാണ്. അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ അത് നോൺ ഇന്റർസെക്റ്റിംഗ് എന്നാണ് അസിംപ്റ്റോട്ടിന്റെ മീനിങ്. ഇവിടെ നോക്കിയേ, ഈ 4 ഫിഗറിനകത്തും ഇതാണ് x = a, ഈ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞത്. അപ്പം x = a ഫംഗ്ഷൻ +∞ലോട്ടോ -∞ലോട്ടോ റീച്ച് ചെയ്യുന്ന ആ പോയിന്റ്, അതിനെയാണ് നമ്മൾ ആ ലൈനിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, ഇവിടെ എക്സ് ടെൻസ് ടു എ മൈനസ് ഇവിടെ ഇതാണ് നമ്മുടെ x = a എന്ന് പറഞ്ഞത്. അപ്പൊ ലെഫ്റ്റിൽ നിന്നല്ലേ, ഒന്നാമത്തെ ഫിഗർ ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് വന്ന് ഇവിടെ വരുമ്പം ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത് അല്ലെ. ആദ്യത്തെ ഫിഗറിന്റെ കേസ് പറയാം, നോക്കിയട്ടെ, ഇത് ഫസ്റ്റ് ഫിഗർ ആണ് അല്ലെ. ഈ ഒന്നാമത്തെ ഫിഗറിന്റെ കേസ് നോക്കിയേ, ഒന്നാമത്തെ ഫിഗറിന്റെ കേസിൽ എക്സ് എവിടെ നിന്നാണ് വരുന്നത്, ലെഫ്റ്റിൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ എക്സ് ടെൻസ് ടു എ മൈനസ് ആണ്. അവിടെ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഒന്നാമത്തെ ഫിഗർ +∞ വരും. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, രണ്ടാമത്തെ ഫിഗർ റൈറ്റിൽ നിന്ന് പോവുക അല്ലെ. രണ്ടാമത്തെ ഫിഗർ റൈറ്റിൽ നിന്നല്ലേ പോകുന്നത്, റൈറ്റിൽ നിന്ന് എന്താണ് റൈറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ റൈറ്റിൽ നിന്നാകുമ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് വരും അല്ലെ. റൈറ്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് റൈറ്റ് ഇവിടെ എത്തി, ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, അവിടെ ഇൻക്രീസിങ് ആണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് അവിടെ എന്തൊരു +∞ വരും. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കി, ഇവിടെയാണ് എക്സ് ലെഫ്റ്റിൽ നിന്ന് വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് ഫംഗ്ഷൻ ഇവിടെ വന്ന് താഴോട്ട് ഡിക്രീസിങ് ആകുന്നത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് എയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും എക്സ് ടെൻസ് ടു എ മൈനസ്, ലെഫ്റ്റിൽ നിന്നാണ് എയുടെ അടുത്തോട്ട് വരുന്നത്, അവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇവിടെ വരെ വന്നിട്ട് താഴോട്ടല്ലേ വന്ന് ഡിക്രീസിങ് ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് = -∞. നാലാമത്തെ ഫിഗർ നോക്കിയേ, റൈറ്റിൽ നിന്നാണ് ഇതിന്റെ അടുത്തോട്ട് വരുന്നത്, റൈറ്റിൽ നിന്ന് അതിന്റെ അടുത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, താഴോട്ട് പോവുകയാണ്. അപ്പൊ റൈറ്റിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് കൊടുക്കാം. അപ്പൊ റൈറ്റിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്താ, താഴോട്ട് പോകുന്നത് -∞. അപ്പൊ ഒന്നാമത്തെ ഫിഗറിൽ ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്, അത് ഇൻക്രീസിങ് ആണ്, അതുകൊണ്ട് +∞. രണ്ടാമത്തെ ഫിഗറിൽ x = a അടുത്തോട്ട് റൈറ്റിൽ നിന്നാണ് വരുന്നത്, അവിടെ ഇൻക്രീസിങ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് +∞ വരും. മൂന്നാമത്തെ ഫിഗറിൽ ലെഫ്റ്റിൽ നിന്നാണ് x = a അടുത്തോട്ട് വരുന്നത്, അവിടെ പക്ഷേ ഡിക്രീസിങ് ആയതുകൊണ്ട് -∞.
നാലാമത്തെ ഫിഗർ റൈറ്റിൽ നിന്നാണ് എക്സ് ഈക്വൽ ടു എയുടെ അടുത്തോട്ട് വരുന്നത്. അവിടെ പക്ഷേ ഡിക്രീസിങ് ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി വരും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എക്സ് ഈക്വൽ ടു എ, ഇവിടെ എല്ലാം എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനിന്റെ അടുത്തോട്ട് എത്തുമ്പോഴാണ് ഫംഗ്ഷൻ ഒന്നുകിൽ ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണ്. എക്സ് ഈക്വൽ ടു എയുടെ അടുത്തോട്ട് ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഇൻക്രീസിങ് ആയിരിക്കും, അവിടെ പ്ലസ് ഇൻഫിനിറ്റി വരുന്നു. അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇൻക്രീസിങ് ആണ്, അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റി വരാം. ഇനി ഡിക്രീസിങ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി വരും. എന്തായാലും ഈ 4 കേസിലും എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ലൈനിന്റെ അടുത്തോട്ട് വരുമ്പോഴാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഒന്നുകിൽ പ്ലസ് ഇൻഫിനിറ്റി കിട്ടുന്നു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി കിട്ടുന്നു. അതുകൊണ്ട് ആ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ കർവ് y is equal to f of x എന്ന് വിളിക്കുന്നത്. ഈ എല്ലാ കേസുകളിലും y is equal x equal to a എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേനും എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഒന്നുകിൽ രണ്ട് സൈഡിൽ നിന്നും ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഡിക്രീസിങ് ആണോ. അപ്പം അവിടെ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ കിട്ടുന്നു. അപ്പം അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആ വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാനായിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കാണാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നു. ആ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈനിന്റെ അടുത്ത് നമുക്ക് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഒന്നുകിൽ പ്ലസ് ഇൻഫിനിറ്റി കിട്ടണം അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി കിട്ടണം. അപ്പം എക്സ് ഈക്വൽ ടു എയിലെ ഏത് ലിമിറ്റിംഗ് വാല്യൂലാണോ നമുക്ക് പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി കിട്ടുന്നത്, ആ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയട്ടെ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് പഠിക്കാനുള്ളത്. ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയട്ടെ. ഫോർ ദ ഗ്രാഫ്, നോക്കിയട്ടെ, ഫോർ ദ ഫംഗ്ഷൻ എഫ് ഗ്രാഫ്ഡ് ഇൻ ദ ഫിഗർ. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഫിഗർ കാണിച്ചേക്കുന്നുണ്ടോ? ആ ഫിഗർ നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ഓരോ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ആദ്യത്തെ നോക്കിയേ. ആദ്യത്തേത് ലിമിറ്റ് എക്സ്റ്റെൻസ്. ഇത് ഈ ലെഫ്റ്റ് സൈഡ് കൊടുത്തേക്കുന്ന എല്ലാം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒന്നിച്ച് എഴുതുന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് ആണ്. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിൽ നിന്നും 2-ലോട്ട് വരുമ്പോൾ, ലെഫ്റ്റിൽ നിന്ന് 2-ലോട്ട് വരുമ്പോൾ എന്താ ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ എത്ര കാണിച്ചേക്കുന്നത്? ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കാണിച്ചേക്കുന്നുണ്ടോ? അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് ആകുമ്പോൾ ലെഫ്റ്റ് കിടക്കുന്ന പോയിന്റ് ആണ്. അപ്പം അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എത്ര വരും? 1 വരും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് ഏതാ ചോദിച്ചേക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, 2 പ്ലസ് എഫ് ഓഫ് എക്സ് വരുമ്പോൾ ഈ ഫിഗറിനകത്ത് ദാ ഈ ഒരു പോർഷൻ കഴിഞ്ഞതാ ഇവിടെ വരെ വന്നിട്ട് ദാ ഇവിടെ വന്നിട്ടാണ് ദാ മുകളിലോട്ട് പോകുന്നത്. കണ്ടോ? ഇവിടെ വന്നിട്ട് മുകളിലോട്ട് പോകുമ്പോൾ എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 1 ആണ്. കണ്ടോ? 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി. ഇവിടെ 2 പ്ലസ് ഇവിടെയാണ്, ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി. അപ്പം നമുക്ക് രണ്ട് കേസ് ഇതാ ഇവിടെ വന്നിട്ട് ജസ്റ്റ് അങ്ങ് മുകളിലോട്ട് പോവുക ചെയ്യുന്നുണ്ട്. അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഈ കർവ് അങ്ങ് മുകളിലോട്ട് പോകും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് വന്നാലും 1 ആണ്, 2 പ്ലസ് വന്നാലും 1. അപ്പം ഇത് രണ്ടും ലെഫ്റ്റ് ലിമിറ്റും, അതായത് ലെഫ്റ്റിൽ നിന്ന് 2-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റിൽ നിന്ന് 2-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 1 അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെന്ന് പറയാം. ഇത് മൂന്നും സെയിം ആയിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് ലെഫ്റ്റിൽ നിന്ന് വന്നാലും എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 1 ആണ്. റൈറ്റിൽ നിന്ന് വന്നാലും എക്സ് ടെൻസ് ടു 2 പ്ലസ് റൈറ്റിൽ നിന്ന് വന്നാലും എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 1 ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ആ 3 കേസ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കേസ് നോക്കിയാട്ടെ. അടുത്ത കേസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എടുക്കാമേ. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസും കണ്ടുപിടിക്കണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസും എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതായത് റൈറ്റിൽ നിന്ന് 0-ലോട്ട് വരുമ്പോഴും ലെഫ്റ്റിൽ നിന്ന് 0-ലോട്ട് വരുമ്പോഴുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. ഓക്കെ, നോക്കിയാട്ടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 എന്ന് പറയുന്ന പോർഷൻ ഇതല്ലേ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും അവിടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്, പ്രത്യേകിച്ചൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. ഇവിടെ തന്നെയുള്ള ഡോട്ട് വരുന്നത്. അതുകൊണ്ട് എക്സ് ടെൻസ് ടു 0 മൈനസ് എടുത്താലും 0 പ്ലസ് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഡോട്ട് കാണിച്ചിട്ടുണ്ട് ഫിഗറിനകത്ത്. അപ്പം 0 മൈനസ് വന്നാലും 0 പ്ലസ് വന്നാലും 0 ആണ്. അപ്പം നമുക്ക് എന്ത് ജനറലൈസ് ചെയ്യാം? ലെഫ്റ്റിൽ നിന്ന് 0-ലോട്ട് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് 0-ലോട്ട് അപ്രോച്ച് ചെയ്താലും എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 0 ആണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അയ്യോ സോറി ഒരു തെറ്റ് തന്നെ. 0 മൈനസ് എഫ് ഓഫ് എക്സ് 0 ആണ്. പക്ഷെ 0 പ്ലസ് നോക്കിയേ, 0 പ്ലസ് കാണിക്കുമ്പോഴത്തേനും ഇതാ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ എന്താണ് താഴോട്ട് പോകുന്നുണ്ട്, ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നുണ്ട്. കണ്ടോ, 0 പ്ലസ് ആകുമ്പോൾ ഫംഗ്ഷൻ താഴോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് 0 പ്ലസ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിട്ട് മാറും, മൈനസ് ഇൻഫിനിറ്റി ആകും. 0 പ്ലസ് ആകുമ്പോൾ 0 പ്ലസ് 0യുടെ അടുത്തോട്ട് വരുമല്ലോ, ഇതാ ഇവിടുന്ന് 0യുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഫംഗ്ഷൻ എന്താണ് താഴോട്ട് പോകുക. ഈ കർവ് കണ്ടതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി, ഈ കർവ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി, ഇതാ ഇങ്ങനെ വന്ന് താഴോട്ട് 0യുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും താഴോട്ട് പോവുക ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഇതിൽ മൈനസ് ഇൻഫിനിറ്റി വരും കേട്ടോ. അതായത് 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിന്ന് വരുക. ലെഫ്റ്റിന്ന് ഇതാ ഇവിടെ വന്നിട്ട് ഫംഗ്ഷൻ ഇവിടെ വന്ന് നിൽക്കുക. ലെഫ്റ്റിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഡോട്ട് കാണിച്ചിട്ടുണ്ട്, ഇതല്ലേ ലെഫ്റ്റിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഡോട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 0 വരും. അതേസമയം റൈറ്റിന്ന് 0യുടെ അടുത്തോട്ട് വരുമ്പോൾ ഇതാ ഇങ്ങനെ കർവ് വരച്ച് ഇങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നിട്ട് അങ്ങ് നേരെ താഴോട്ട് പോവുക. അപ്പൊ റൈറ്റിന്ന് ആകുമ്പോൾ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്തായിട്ട് മാറും, മൈനസ് ഇൻഫിനിറ്റി ആവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ 4 കേസും ക്ലിയർ. ഇനി അടുത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ആകുമ്പോൾ 0യും വരും, 0 പ്ലസ് ആകുമ്പോൾ ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത് അങ്ങനെയാണ്, 0 പ്ലസ് ആകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആണ്. 0 പ്ലസ് ആകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് ഏതാണ്? അടുത്ത കേസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസും 4 പ്ലസും ആണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത കേസ് ഏതൊക്കെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എന്ന് പറയുമ്പോൾ 4ന്റെ അടുത്തോട്ട് വരുന്ന കേസും, 4 എക്സ് ടെൻസ് ടു 4 മൈനസ് ആണ് ലെഫ്റ്റിൽ നിന്ന് 4ലോട്ട് വരുന്ന കേസും, 4 പ്ലസ് ആണെങ്കിൽ റൈറ്റിൽ നിന്ന് 4ലോട്ട് വരുന്ന കേസും. നോക്കിയേ, 4 മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് 4ലോട്ട് വരുമല്ലേ, ലെഫ്റ്റിൽ നിന്നാണ് 4ലോട്ട് വരുന്നത് അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് ആണെങ്കിലോ റൈറ്റിൽ നിന്ന്. അപ്പൊ എക്സ് ടെൻസ് ടു 4 പ്ലസ് റൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇവിടെ അല്ലേ 4 വരുന്നത്. അപ്പൊ 4ലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4ലോട്ട് റൈറ്റിൽ നിന്ന് 4ലോട്ട് വന്നിട്ട് ഫംഗ്ഷൻ എന്താ ഇൻക്രീസ് ചെയ്യുക. അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് 4ന്റെ അടുത്തോട്ട് വന്നിട്ട് ഫംഗ്ഷൻ എന്ത് ചെയ്തതാ ഇൻക്രീസ് ചെയ്ത് മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പം എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഏത് വരും, മൈനസ് പ്ലസ് ഇൻഫിനിറ്റി വരും. മനസ്സിലായോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ എന്തായിട്ട് മാറും, പ്ലസ് ഇൻഫിനിറ്റി വരും. എന്താ എക്സിന്റെ 4ന്റെ അടുത്തോട്ട് വരിക. 4ന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഇവിടെ വന്നിട്ട് കർവ് അങ്ങ് മുകളിലോട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ എക്സ് ടെൻസ് ടു 4 പ്ലസ് ആകുമ്പോൾ കർവ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി വരും. അതേസമയം എന്താ 4 മൈനസ് നോക്കി, 4 മൈനസ് നോക്കുമ്പോഴത്തേനും ഫംഗ്ഷന് നമുക്ക് ലിമിറ്റ് കാണിച്ചിട്ടുണ്ടോ, ഇല്ല. ഇൻക്രീസിങ് ആണ്, പക്ഷെ ലിമിറ്റ് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ, ഇല്ല. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡു നോട്ട് എക്സിസ്റ്റ്. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമുക്ക് ഇത്രയാണ് അതിന്റെ ലിമിറ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ 4 മൈനസ് ആകുമ്പോൾ നമുക്ക് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 4 പ്ലസ് ആകുമ്പോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഒന്ന് നോക്കാം. ഇവിടെ ലിമിറ്റ് ഇൻഫിനിറ്റി വന്നോ, ഇല്ല. ഇവിടെ ലിമിറ്റ് ഇൻഫിനിറ്റി വന്നില്ല, ഇവിടെയും വന്നില്ല. ഓക്കെ, അതേസമയം എന്താ ഈ കേസിൽ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഏത് വന്നു, മൈനസ് ഇൻഫിനിറ്റി വന്നു അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇല്ല, മൈനസ് ഇൻഫിനിറ്റി വന്നു. അതേപോലെ ഇവിടെ നോക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി വന്നു. അപ്പം എക്സിന്റെ വാല്യൂ 0 മൈനസിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഏത് വന്നു, മൈനസ് ഇൻഫിനിറ്റി വന്നു അല്ല. 0 മൈനസിലോട്ടല്ല, 0 പ്ലസിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ മൈനസ് ഇൻഫിനിറ്റി വന്നു. അതേപോലെ എക്സിന്റെ വാല്യൂ 4 പ്ലസിലോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി വന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് കണക്കൂടിയാം, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നതുമാണ് അവിടുത്തെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏത് ആക്സിസ് ആണ്, വൈ ആക്സിസ് ആണ്. അപ്പം എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വൈ ആക്സിസും എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈനുമാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഓഫ് ദ ഗ്രാഫ് എഫ് ഈസ് ദ വൈ ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0യുമാണ്, പിന്നെ എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈൻ. ഇത് രണ്ടുമാണ് ഇവിടുത്തെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഫിഗർ നോക്കിയപ്പം നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ ഇൻഫിനിറ്റി വരുന്ന കേസ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എടുത്തപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ മൈനസ് ഇൻഫിനിറ്റി വന്നു. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എടുത്തപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി വരുന്നു. അപ്പം ആ രണ്ട് കേസിലുമാണ് ഫംഗ്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂ ഇൻഫിനിറ്റി, പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിലും മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിലും. അപ്പം എക്സിന്റെ ഏത് വാല്യൂലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണോ ലിമിറ്റിംഗ് വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി വരുന്നത്,
ആ വാല്യൂസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ x ടെൻസ് ടു 0 പ്ലസും x ടെൻസ് ടു 4 പ്ലസും ഇത് രണ്ടുമാണ് അവിടുത്തെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ആക്സിസും പിന്നെ x ഈക്വൽ ടു 4 ഈ രണ്ട് ലൈനാണ് അവിടുത്തെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. വേറെ ഏതെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വന്നിരുന്നെങ്കിൽ അതും എന്തായാലും വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയിരുന്നു. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എടുത്തു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ, എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അങ്ങനെ അപ്രോച്ച് ചെയ്യാത്തത് കൊണ്ട് അത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടോ മൈനസ് ഇൻഫിനിറ്റിയിലോട്ടോ അപ്രോച്ച് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയുമാണ് നമുക്ക് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് വന്ന ടോപ്പിക്കിന് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫംഗ്ഷൻ രണ്ടും ഇൻക്രീസിങ് ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി, ഡിക്രീസിങ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി. അത് നോക്കി പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും കൊടുക്കാം. പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും വരുന്ന എക്സിൻ്റെ വാല്യൂ ഏതാണ് അതായിരിക്കും വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ബാക്കി ടോപ്പിക്കുണ്ട്, അത് അടുത്ത ക്ലാസ്സിലെടുക്കാം.